നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്ര ചൈതന്യവർദ്ധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ കലാസാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9497349332. MS മ്യൂസിക് സോണിന്റെ നേതൃത്വത്തിൽ ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച എന്റെ തട്ടകത്തമ്മ എന്ന സംഗീത ആൽബം പുറത്തിറങ്ങി. MS മ്യൂസിക് സോണിന് വേണ്ടി ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച എന്റെ തട്ടകത്തമ്മ മ്യൂസിക് ആൽബത്തിന്റെ പ്രകാശനം ചേലക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നടന്നു. റസാഖ് പത്തുകുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീകുമാർ മാമ്പറ്റയുടെ മാതാവാണ് ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. നിഴലായി നിലാവായി കൂടെ നടക്കുന്ന വരദാനമൂർത്തിയാം ദേവി, നിഴലായി നിലാവായി കൂടെ നടക്കുന്ന വരദാനമൂർത്തിയാം ദേവി, ഹൃദയം നുറുങ്ങുമ്പോൾ ചാരെ അണയുന്ന പുലർക്കാലരൂപിയാം ദേവി. ഷാജിമോൻ സംഗീതം നൽകി മുസ്തഫ ബൂബ് ആലപിച്ച ഗാനത്തിന്റെ വരികൾ രചിച്ചത് റഷീദ് പാറക്കലാണ്. പ്രിയപ്പെട്ട ശ്രീകുമാർ മാമ്പറ്റ എന്ന് പറയുന്ന തികഞ്ഞ ഒരു കലാകാരൻ. അദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹത്തിൻ്റെതായ ബിസിനസ്സുമായിട്ട് നടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള മനസ്സിലുള്ള ആ കലാഹൃദയത്തെ അത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി അദ്ദേഹം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പാട്ടുകളായി ഞാനും ഷാജി ചേലക്കരയും മുസ്തഫയും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കും. സംഗീത ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. റഷീദ് പാറക്കൽ എൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ നിൽക്കുന്നുണ്ട്. റഷീദ് പാറക്കൽ രചിച്ച് ഷാജി ചേലക്കര സംഗീത സംവിധാനം ചെയ്ത നല്ലൊരു ഭക്തിഗാനം, ഒരു ദേവി ഗാനം പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇതിനു മുന്നും ഇവരുടെ കൂട്ടായ്മയിൽ റഷീദ് പാറക്കൽ എഴുതി ഷാജി ചേലക്കര സംഗീത സംവിധാനം ചെയ്ത ഒരു ഭക്തി മുന്നും പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടാം ഊഴമാണ് നമ്മുടെ അവതാരകൻ പറഞ്ഞ പോലെ. ഒരു ഭക്തിസാന്ദ്രമായ മൂഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇനി ഈ പാട്ട് പാടിയത് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ബാല്യകാല സുഹൃത്ത് തന്നെയാണ് മുസ്തഫ. വളരെ അതിമനോഹരമായ രീതിയിൽ ഈ പാട്ട് പാടി, നല്ല വോയിസിൻ്റെ നല്ല ശബ്ദത്തിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം. അസലായിട്ട് തന്നെ അതിമനോഹരമായ രീതിയിൽ ഈ പാട്ടിനെ പാടിയെടുത്തു. ഇപ്പം അതൊരു പാട്ടായി മാറിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രകാശന കർമ്മമാണെന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീരാഗാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. പ്രാദേശിക കലാകാരന്മാരുടെ പുതിയ സംരംഭത്തിന് ആശംസകൾ നേർന്ന 7ാം വാർഡ് മെമ്പർ TA കേശവൻകുട്ടി ചടങ്ങിൽ സംസാരിച്ചു. ആളുകളെ ചെറുപ്പം മുതലേ പാട്ടുകളൊക്കെ പഠിച്ച് പാട്ടുകൾ പാടി നല്ല രീതിയിലെല്ലാം. ഞാൻ ദുബായിൽ പോയപ്പോൾ ഞങ്ങളവിടെ എന്നെ ദുബായിൽ കൂടെയായിരുന്നു. അവിടെ പോയി ഞങ്ങൾ റൂമിൽ നിന്ന് പാട്ടൊക്കെ പാടാറുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ഇതിനിടയ്ക്ക് ഓണപ്പാട്ട് ഇറക്കി എല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇപ്പൊ സിനിമ എടുക്കുന്നതാണ് അറിവേറ്റ്. അതിൽ നന്നാവട്ടെ, നല്ല സിനിമ ആവട്ടെ. എന്നാലും ഈ തട്ടകത്തമ്മ ഈ കേസറ്റ് ഇടയ്ക്കടി ഇവിടെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല രീതിയിൽ ഞാൻ എന്തായാലും എന്നെ ക്ഷണിച്ചതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എന്റെ തട്ടകത്തമ്മ എന്നുള്ള ഈ ആൽബം വിജയദശമി പ്രമാണിച്ച് ഇന്ന് പ്രകാശ ചടങ്ങ് നടക്കുകയാണ്. ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിജയദശമി പ്രമാണിച്ച് ഈ ആൽബം റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ആ തട്ടകത്തമ്മയുടെ ഉണ്ടാവട്ടെ. നന്ദി.
CCV ന്യൂസ് ചേലക്കര.